ഇടുക്കിയിലും മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നതാണ്. അവിടെയും റെഡ് അലർട്ടാണ്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, രാവിലെ മുതൽ എന്താണ് സ്ഥിതി? അവിടെ ശക്തമായ നിയന്ത്രണങ്ങൾ ജില്ലയിലുടനീളം നടപ്പാക്കുന്നുണ്ടോ? ദിവ്യ, ഇടുക്കിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മലയോര മേഖലകളിലാണ് മഴ ശക്തമായിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജില്ലയിൽ ഉള്ളത്. മലയോര മേഖലകളായ നെടുങ്കണ്ടം, കട്ടപ്പന, അടിമാലി, ദേവികുളം, മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസം രാത്രി പെയ്തിരുന്നു. ലോ റേഞ്ചിലേക്ക് വന്നാൽ തൊടുപുഴയിലും ശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചില മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊളുക്കുമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഓഫ് റോഡ് യാത്രയടക്കം നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയായതിനാൽ ഇതിലൂടെയുള്ള രാത്രികാല യാത്രയിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ ഭീഷണിയും എല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാതലത്തിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ, അതിൽ അപകട സാഹചര്യമുള്ള സ്ഥലത്ത് ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കണ്ടെത്തി അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി നൽകാൻ ജില്ലാ ഭരണകൂടം താലൂക്ക് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലും എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറു ഡാമുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് മലങ്കരയിലാണ്. മലങ്കര ഡാമിൻ്റെ 2 ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ ഉയർത്തി നിയന്ത്രിതമായ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയാറിൻ്റെ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയോട് അടുത്താൽ ഈ ഡാമിൻ്റെ 6 ഷട്ടറുകളും തുറന്ന് നിയന്ത്രിതമായ അളവിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കും. ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ മൂവാറ്റുപുഴയാറിൻ്റെ തീരപ്രദേശങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാന ഡാമുകളിൽ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജലനിരപ്പ് ഇത്തവണ താഴെയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല. എന്തായാലും മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ ചില അപകടകരമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പലയിടങ്ങളിൽ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി മഴ തുടരുകയാണ്. ശക്തമായ മഴ ലഭിച്ചപ്പോൾ മുതൽ പലയിടത്തും വെള്ളക്കെട്ടും റോഡുകളിൽ വെള്ളം കയറലും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.